റിലീസ് ചെയ്ത് 6-ാം ദിവസം 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു. വാഴ 2 ചരിത്രം സൃഷ്ടിച്ചു. പുതുമുഖ താരങ്ങൾ അണിനിരന്ന ചിത്രത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷനാണിത്. മലയാളത്തിലെ 16-ാമത് 100 കോടി ചിത്രമാണ് വാഴ 2. മോളിവുഡിലെ സൂപ്പർ താരമായ മോഹൻലാൽ മുതൽ ഏറ്റവും ഒടുവിൽ ഇൻഡസ്ട്രിയിലെത്തിയ ഹാഷിർ വരെ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചപ്പോൾ ഈ ക്ലബ്ബിൽ ഇടം പിടിക്കാത്ത ചുരുക്കം താരങ്ങൾ മാത്രമാണ്. അതിൽ പലരും എടുത്തു പറയുന്ന പേരാണ് മമ്മൂട്ടിയുടേത്. ഇൻഡസ്ട്രിയിലെത്തി ഒരുപാട് കാലമായിട്ടും പുതിയ നടന്മാർ വരെ 100 കോടി നേടിയിട്ടും മമ്മൂട്ടിക്ക് മാത്രം ഈയൊരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പലരും വിമർശിക്കുന്നുണ്ട്. എന്നാൽ കോടി ക്ലബ്ബിലേക്കാൾ മമ്മൂട്ടി പ്രാധാന്യം നൽകുന്നത് തന്നിലെ നടന് വെല്ലുവിളി ഉണർത്തുന്ന വേഷങ്ങളാണെന്ന് ആരാധകർ വാദിക്കുന്നുണ്ട്. ഇപ്പോഴിതാ 100 കോടി ക്ലബ്ബിൽ ഇടം നേടാത്ത മമ്മൂട്ടിയുടെ ഈ ക്ലബ്ബിൽ കയറിയെത്തിയ മറ്റ് നടന്മാരെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നുള്ള പോസ്റ്ററാണ് വൈറലാകുന്നത്. ഷാജീവൻ എന്ന ഐഡിയിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 100 കോടി ക്ലബ്ബ് ആരംഭിച്ച മോഹൻലാൽ പോലും പലപ്പോഴായി ബോക്സ് ഓഫീസിൽ അടിതെറ്റിയിട്ടുണ്ടെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട്. മോളിവുഡിൽ ഏറ്റവും അധികം 100 കോടി ചിത്രങ്ങൾ സ്വന്തം പേരിലുള്ളത് മോഹൻലാലിന് മാത്രമാണ്. പുലിമുരുകൻ, ലൂസിഫർ, എമ്പുരാൻ, തുടരും എന്നിങ്ങനെയാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മോഹൻലാൽ ചിത്രങ്ങൾ. എന്നാൽ ലൂസിഫറിന് ശേഷം മോഹൻലാലിന്റെ പല സിനിമകളും ബോക്സ് ഓഫീസിൽ നിലം തൊട്ടിട്ടില്ലെന്ന് പോസ്റ്റിൽ പറയുന്നു. 2019 മുതൽ 2025 വരെ മോഹൻലാലിനായി പുറത്തിറങ്ങിയ പല സിനിമകളും മുടക്കുമുതൽ പോലും തിരിച്ചുപിടിക്കാതെ തിയേറ്റർ വിട്ടിട്ടെന്ന് പോസ്റ്റിലുണ്ട്. 150 കോടി ബജറ്റിലിറങ്ങിയ 10 കോടി പോലും നേടാത്ത ബറോസും 1 കോടി മാത്രം നേടിയ എലോണും വിഷപ്പ എന്നിവയും ലിസ്റ്റിലുണ്ടെന്ന് പോസ്റ്റിൽ പറയുന്നു. മോഹൻലാലിന് ശേഷം സോളോ ഹീറോയായി 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ നടനാണ് നസ്ലിൻ. പ്രേമലൂടെ ഈ ചരിത്ര ക്ലബ്ബിൽ ഇടം നേടിയെങ്കിലും തൊട്ടടുത്ത ചിത്രമായ അയാൻ കാതലും ബജറ്റ് പോലും തിരിച്ചുപിടിക്കാനായി കളം വിട്ടു. ആടുജീവിതത്തിലൂടെ കരിയറിലെ ഏറ്റവും വലിയ സോളോ ഹിറ്റ് പൃഥ്വിരാജ് നേടിയെങ്കിലും പിന്നീട് പൃഥ്വി നായകനായ വിലായത്ത് ബുദ്ധ വൻ പരാജയമായി മാറി. ഇതിനിടെ ഗുരുവായൂർ അമ്പലനടയിൽ 90 നേടിയെങ്കിലും അതിൽ ബേസിലും മറ്റൊരു നായകനായിരുന്നു. ആവേശത്തോടെ ഫഹദ് കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയെങ്കിലും പിന്നീട് ഫഹദിന്റെ വലിയൊരു ഹിറ്റ് ഉണ്ടായിട്ടില്ല. AR മിലയുടെ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ടൊവിനോയുടെ പിന്നിലുള്ള 2 ചിത്രങ്ങളും വൻ പരാജയമായി. സർവ്വമായുടെ 150 കോടി നേടിയ നിവിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ലെന്ന് പോസ്റ്റിൽ പറയുന്നു. 2018 മഞ്ഞുമൽ ബോയ്സ്, ലോക എന്നിവ മൾട്ടിസ്റ്റാർ ചിത്രങ്ങളായാൽ അതിനൊരു പ്രത്യേകത ഒരു നടന് സ്വന്തമാക്കിയില്ലെന്നും ഷാജീവൻ പറയുന്നു. എന്നാൽ കോവിഡിന് ശേഷം പല സിനിമകളും മിനിമം ഹിറ്റായിട്ടുള്ളെന്ന് പോസ്റ്റിലുണ്ട്. ഭീഷ്മപർവ്വം, കണ്ണൂർ സ്ക്വാഡ്, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾ 80 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട്. ടർബോ 70 കോടിയും, ഭ്രമയുഗം 65 കോടിയും, റോഷാക്ക് 30 കോടിയും, നൻപക്ക് നേരത്ത് മയക്കം, കാതൽ എന്നിവ 10 കോടിയുമാണ് മമ്മൂട്ടി ഹിറ്റ് ചിത്രങ്ങൾ. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഫേസ് ബസൂക്ക എന്നിവയാണ് കോവിഡിന് ശേഷമുള്ള മമ്മൂട്ടിയുടെ ഫ്ലോപ്പ് ചിത്രങ്ങൾ. ബോക്സ് ഓഫീസിൽ മറ്റ് നടന്മാരെക്കാൾ കൺസിസ്റ്റൻസി മമ്മൂട്ടിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്.